നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ക്രിയേറ്റീവ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞത് എത്രയാണ്, നമ്മൾ ഇന്നത്തെ പ്രകാരം 22,178 192 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 22,270, അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 327, അതിന് മുകളിൽ 368, അതിന് മുകളിൽ 456 വരുമെന്ന് പറഞ്ഞ് നമ്മൾ ആ വീഡിയോ അവസാനിപ്പിച്ചായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഏകദേശം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്യുകയും ഡൗൺ വന്ന് ഈ കൃത്യം പറഞ്ഞ ഈ പി ഒ സിയുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് എടുത്ത് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും തിന്ന് ലാസ്റ്റ് മിനിറ്റിൽ ഒരു സ്പൈക്ക് തിന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് വൈകിട്ട് റിലയൻസിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. റിലയൻസിൻ്റെ GDR ലണ്ടനിൽ ഏകദേശം ഒരു 1.5% അപ്പിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റിലയൻസിൻ്റെ മാർക്കറ്റും ഏകദേശം അപ്പിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു GDR റിസൾട്ട് നാളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കറണ്ട് സ്ട്രക്ചറിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്കയിലെ ഡൗ ജോൺസ് വന്ന് ഏകദേശം 300 പോയിൻറ്റുള്ള അപ്പിലും S&P വന്ന് 50 പോയിൻറ്റുള്ള അപ്പിൽ നിൽക്കുകയാണ്. അമേരിക്കൻ മാർക്കറ്റ് എല്ലാം ഫേവറബിൾസ് ടു ബുള്ളിൽ നിൽക്കുകയാണ്. നമ്മുടെ നിഫ്റ്റി ഈ സമയം നിൽക്കുന്ന സമയത്ത് 22,432 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 358 നിന്ന് ഏകദേശം ഒരു 70.80 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത്. നമ്മുടെ റിലയൻസിൻ്റെ റിസൾട്ട് നാളെ എങ്ങനെയായിരിക്കും? റിലയൻസിന് വന്നിരിക്കുന്ന റിസൾട്ട് പ്രകാരം ടോട്ടൽ ഓവറാൾ ഒരു ഓക്കെ-ഇഷ് റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വളരെ മികച്ച രീതിയിലുള്ള ഗുഡ് റിസൾട്ടൊന്നും റിലയൻസിന് ഇല്ല. ഇറ്റ്സ് എൻ ഓക്കെ റിസൾട്ട്. ഒരു ജിയോയുടെ റിസൾട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മിക്സായി വന്നതുകൊണ്ട് ഇറ്റ്സ് എൻ ഓക്കെ റിസൾട്ട് എന്ന രീതിയിലാണ് ജിയോ റിസൾട്ടും ബാക്കി റിലയൻസിൻ്റെ റിസൾട്ടും മൊത്തം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ റിലയൻസിൻ്റെ റിസൾട്ടിൽ ബാധിക്കും. കുറച്ച് കെമിക്കലിൻ്റെയും കുറച്ച് ഒരു റിസഷൻ വന്ന കെമിക്കൽ ഇൻഡസ്ട്രിക്കും പെട്രോ കെമിക്കലിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റിയും ഒരു ചെറിയൊരു മാർജിൻ കാണിച്ചിരിക്കുന്നത് 18.1 നിന്ന് 18% വന്നിരിക്കുന്നത് കൊണ്ട് റിലയൻസിൻ്റെ ഒരു ട്രെൻഡ് നാളെ ഓപ്പണിങ്ങിന് അനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ HDFC ബാങ്കിൻ്റെ മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതുപോലെ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ സെൽ ഓഫിനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ ആദ്യത്തെ ഒരു 10-15 മിനിറ്റുകൾ മാർക്കറ്റ് ഒരു കണ്ടീഷൻസ് ക്ലിയർ ആകുമ്പോൾ നമുക്കൊരു ഒരു ട്രെൻഡ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീഡിയോയിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പം ബെയറിഷ് മാർക്കറ്റല്ല, വി ജസ്റ്റ് കണ്ടിന്യൂഡ് ബാക്ക് ടു ന്യൂട്രൽ ആണ്. വൺസ് നമ്മൾ 22,455 മുകളിൽ ക്രോസ് ചെയ്യുമ്പോൾ അഗെയിൻ വി ആർ ഗോയിങ് ബാക്ക് ടു ദ ബുള്ളിഷ് ടെറിട്ടറിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള മാർക്കറ്റിലെ ഒന്ന് നോക്കുവാനും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാനും അതുകൂടാതെ ഓർഡർ ഫ്ലോയ്ക്ക് നിഫ്റ്റിയിൽ കുറച്ച് ബൈയിങ് എന്ന് വന്നായിരുന്നു, ഷോർട്ട് കവറിങ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ലെവലും വെച്ച് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് മാർക്കറ്റുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിയേറ്റീവ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ആ ഒരു ലെവലാണ് നമുക്ക് നോക്കണം. നിഫ്റ്റി എങ്ങനെയാണ് ഇപ്പം പെർഫോം ചെയ്യുന്നത് ആ രീതിക്ക് നോക്കണം. അപ്പം നമ്മൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ട് പ്രകാരം നിഫ്റ്റി ഇതൊരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ വിത്ത് സ്പൈക്കാണ് ക്ലോസ്. കാരണം ലാസ്റ്റ് 2:45 ശേഷമാണ് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടൊരു സ്പൈക്കാണ്. ആ സ്പൈക്കിൻ്റെ LPയുടെ സിംഗിൾസ് വന്നിരിക്കണം 22,323 തൊട്ട് ഏകദേശം 397 വരെയുള്ള ആ ഹൈക്ക് വരെ ഒരു സ്പൈക്കിൻ്റെ സോണാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ലാസ്റ്റ് മിനിറ്റിൽ ഒരു പ്രത്യേകിച്ച് സ്പൈക്ക് ഉണ്ടായതുകൊണ്ട് ഈ സ്പൈക്കിൻ്റെ ലോ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കും. ഒന്ന് അതിൻ്റെ കൂടാതെ ഇന്നത്തെ POC സ്റ്റിൽ മെർജി മുകളിലോട്ട് വന്നിട്ടില്ല. 22,275 ഇന്നത്തെ നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. അതുകൂടാതെ VWAP എന്ന് പറഞ്ഞ് 22,263 അപ്പം നമ്മൾ POC ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് വരുന്നത്. കാരണം നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയതുകൊണ്ട് അതുകൂടാതെ സ്പൈക്ക് ആയതുകൊണ്ട് നമ്മുടെ POCയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ലെവലാണ് 22,275 ലെവലിൽ. ഇനി മുകളിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 22,368 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ 15/4 അതായത് 15 എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ POC ആയ 22,455 പോക്കായിരിക്കും വരുന്നത്. 22,368 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ POC ടെസ്റ്റ് ചെയ്യും. ഈ POCക്ക് മുകളിൽ നമ്മുടെ FA ആയ 22,518 ടെസ്റ്റ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 22,518 ടെസ്റ്റ് ചെയ്യും. ഈ 22,518 മുകളിൽ നമ്മുടെ ഒരു വിർജിൻ POC ബാലൻസ്ഡ് ഡേയുടെ ഒരു വിർജിൻ POC ആയ 22,556 അതിന് മുകളിലോട്ടാണെങ്കിൽ
22,589 ഈ ഒരു ഗ്യാപ്പ് ഏരിയയും 589 മുകളിൽ ഈ 22,664 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത് നാളെ ഈ 22,368 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,455 എന്ന ഈ പി ഒ സിയും അതിന് മുകളിൽ FA പോയിൻ്റായ 22,518 ടെസ്റ്റ് ചെയ്യും. ഈ 518 മുകളിൽ 556 എന്ന് പറഞ്ഞ വിർജിൻ POC ലെവലും ടെസ്റ്റ് ചെയ്യും. ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 22,327 താഴെ നിൽക്കുന്നിടത്തോളം കാലം 22,327 ഈ 327 നിൽക്കുന്ന കാലം അവിടെ നമുക്ക് സിംഗിൾ പ്രിൻറ്റുകളുണ്ട്, LPD-ഉണ്ട്, അതായത് സ്പൈക്കിൻ്റെ ലോയുകളുണ്ട് 323. ഈ 323 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ POC ആയ 22,275 അതിന് താഴെ ഈ HPM സോണായ 230 അതിന് താഴെ ഈ 21,176 ടെസ്റ്റ് ചെയ്യും. 21,176 താഴെ മാത്രമേ വീണ്ടും നമ്മൾ പറഞ്ഞ ആ ലെവലിലേക്ക് മാർക്കറ്റ് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ആ ലെവൽ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായ രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ നമുക്ക് ആ ലെവൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നത്തെ POC എത്രയാണ്, ഈ ലൈൻസൊക്കെ നമുക്കൊന്ന് മുകളിലോട്ട് കയറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യപ്പെടും, നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്കത് മുകളിലോട്ട് കയറ്റി വയ്ക്കാം അവനൊക്കെ. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 22,129 ഈ POC തന്നെ കിടക്കട്ടെ. നമുക്ക് ഈ ഒരു POC 22,275 ഇന്നത്തെ POC ലെവൽ, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അതിന് മുകളിൽ ഇപ്പോൾ 368 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ 368 മുകളിൽ അതൊരു 368 എന്ന് പറഞ്ഞാൽ ആ ഒരു POC ഒരു റെസിസ്റ്റൻസാണ്, പഴയൊരു POC. ഈ 368 മുകളിൽ നമ്മളെ സംബന്ധിച്ച് 455 എന്ന് പറഞ്ഞാൽ ഈ ലെവലാണ് നമ്മൾ നോക്കേണ്ടത്. ആ 455 മുകളിൽ ആ മണ്ടേയിലെ ഹൈ ആയ FA നാളെ അന്ന് വന്ന ഫെയിൽ ഓപ്ഷൻ വന്ന ആ ഹൈയും അതിന് മുകളിൽ ഈ 556 നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 556 എന്ന് പറഞ്ഞ ആ ഒരു ഓക്കെ. സോ നമ്മളെ സംബന്ധിച്ച് നാളെ 22,368 മുകളിൽ 22,455 അതിന് മുകളിൽ 22,518 അതിന് മുകളിൽ 556 556 മുകളിൽ കൃത്യം പറഞ്ഞാൽ ഈ ഒരു ലോ 598 592 എന്ന് പറഞ്ഞാൽ ഈ ലെവലും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ ഈ POC ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ നമ്മളെ സപ്പോർട്ട് സോണായ 22,230 ഈ ഒരു 30 ലെവലും പിന്നെ ഈ POC ഈ 171 താഴെ വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു 22,122 എന്ന് പറഞ്ഞാൽ ഈ ലെവലും നമുക്ക് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കേണ്ടത് മാർക്കറ്റ് ഇപ്പം 22,275 മുകളിൽ അവൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അവൻ 368 മുകളിലാണ് ലാസ്റ്റ് നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 358 ക്ലോസിംഗ് കാണിക്കുന്നത്. സോ 21,368 മുകളിൽ നാളെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും 455 വരെ പോകാനും അതിന് മുകളിൽ 518 അതിന് മുകളിൽ 20,556 വരെയുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൽ ഇനി അടുത്ത് നമുക്കൊരു ഓർഡർ ഫ്ലോ പ്രകാരം നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിയിലെ ഓർഡർ ഫ്ലോ പ്രകാരം അവൻ ലാസ്റ്റ് മിനിറ്റിൽ നല്ലൊരു ഹ്യൂജ് ബൈയിങ് വോളിയം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ നിഫ്റ്റി ഒരു ഹ്യൂജ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് വിവാപ്പിന് മുകളിൽ പോവുകയും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 3/4 മണിക്കൂറിൽ നല്ല ഹ്യൂജ് വോളിയം നടന്നിട്ടുണ്ട്. ഇത് പ്രകാരം നമുക്ക് ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരിക്കും സിസ്റ്റം തരാനുള്ള ചാൻസ് കൂടുതൽ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിലയൻസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കി നാളത്തെ മാർക്കറ്റിൽ റിലയൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്ന രീതിയിലായിരിക്കും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു. അതുകൂടാതെ ഫെയിൽഡ് ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് മോർണിംഗിൽ ഈ 47,596 ഭാഗത്ത് ഈ 596 93 94 എന്ന ഭാഗത്ത് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫെയിൽ ഓപ്ഷൻ തരികയും ആ ഫെയിൽ ഓപ്ഷൻ പ്രകാരം ന്യൂട്രൽ സ്ട്രീം അപ്പ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഫെയിൽ ഓപ്ഷൻ്റെ ടാർഗറ്റ് വന്നിരിക്കുന്നത് 48,183 അതായത് നമ്മുടെ പറഞ്ഞ ഈ ഒരു
15 15-ാം തീയതി കഴിഞ്ഞ് തിങ്കളാഴ്ചത്തെ POC 48,188 FA ടാർഗറ്റും വരുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ VWAP-ആയ 47,810 POC ഏകദേശം 47,818. സോ നമ്മളെ സംബന്ധിച്ച് ന്യൂട്രൽ സ്ട്രീം അപ്പായതുകൊണ്ട് ഈ VWAP-ലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ 47,810 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം FA ടാർഗറ്റായ 48,188 ഈ 48,188 മുകളിൽ 48,343 അതിന് മുകളിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു 48,500 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ VWAP-ന് താഴെ 47,810 താഴെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,720 ഒരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. 47,720 താഴെ ഈ FA പോയിൻ്റായ 47,593 അതിന് താഴോട്ട് പോവുകയാണെങ്കിൽ ഈ 47,000 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ ഈ ഒരു POC ടെസ്റ്റ് ചെയ്യാൻ. സോ ഈ 47,593 താഴെ ബാങ്ക് നിഫ്റ്റി വരികയാണെങ്കിൽ ടാർഗറ്റ് കിട്ടാവാതെ വരികയാണെങ്കിൽ അതൊരു നെഗേറ്റ് ആവുകയും അവൻ നമുക്ക് 47,000 അടുപ്പിച്ചുള്ള ഒരു ലെവലിലേക്കുള്ള ടാർഗറ്റ് തരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ സ്ട്രീം അപ്പായതുകൊണ്ട് നാളെ ഒരു പോസിറ്റീവ് ക്ലോസിങ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കിട്ടിയാൽ പോലും അത് സെൽ ഓഫ് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. ന്യൂട്രൽ സ്ട്രീം ഡേയ്സ് ഓൺലി 10% ദിവസങ്ങളിൽ മാത്രമേ അത് കണ്ടിന്യൂഷൻ തരാറുള്ളൂ. സോ നാളെ സംബന്ധിച്ച് ആസ് എ ബാങ്ക് നിഫ്റ്റി ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ 47,810 എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ആ POC ആൻഡ് VWAP അലൈൻ ചെയ്തിരിക്കുന്ന ഭാവം വളരെയധികം ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് ആക്ട് ചെയ്യും. സോ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ മാർക്കറ്റ് പ്രൊഫൈൽ കാണിക്കുന്ന ട്രേഡേഴ്സിന് ഈ വീഡിയോ കൊടുക്കുക. നമുക്ക് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് ഞങ്ങളുടെ ഒരു റണ്ണിങ് ഒരു ഊർജ്ജമായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ.